വൈക്കം മഹാദേവ ക്ഷേത്രഭൂമിയിൽ വ്യാപക കയ്യേറ്റം. ക്ഷേത്രഭൂമി രേഖകളിൽ റവന്യൂ പുറമ്പോക്കാക്കി കയ്യേറ്റത്തിന് സർക്കാരും ദേവസ്വം ബോർഡും ഒത്താശ ചെയ്തതായി പരാതി. 2023 ഡിജിറ്റൽ സർവേയിലാണ് ക്ഷേത്രഭൂമിയും റവന്യൂ പുറമ്പോക്കായി മാറ്റിയത്. ക്ഷേത്രഭൂമിയുടെ യഥാർത്ഥ രേഖകൾ നഷ്ടപ്പെടുത്തുന്നതായാണ് സംശയം. ഭൂമി കയ്യേറ്റക്കാർക്ക് കൂട്ടുനിന്ന് ക്ഷേത്രഭൂമികൾ നഷ്ടപ്പെടുത്തുന്ന സമീപനമാണ് റവന്യൂ വകുപ്പും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സ്വീകരിക്കുന്നത്. 1911 സർവേ സെറ്റിൽമെന്റിൽ കൃത്യമായ ഭൂരേഖകൾ ഉണ്ടെന്നിരിക്കെ യഥാർത്ഥ രേഖകൾ റവന്യൂ വകുപ്പിന് കൈമാറി ഡിജിറ്റൽ സർവേയിൽ തിരുത്തൽ വരുത്താനുള്ള നടപടികൾ എടുക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വലിയ വീഴ്ചയാണുള്ളത്. 11.62 ഏക്കർ ഭൂമിയാണ് വൈക്കം ക്ഷേത്രത്തിനുള്ളത്. 2.5 ഏക്കറോളം ഭൂമി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. വൈക്കം ക്ഷേത്രത്തിന്റെ കീഴൂട്ട് ക്ഷേത്രമായ കാലാക്കൽ ക്ഷേത്രഭൂമിയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാലാക്കൽ ക്ഷേത്രവും വൈക്കം ക്ഷേത്രവും റവന്യൂ പുറമ്പോക്ക് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയേക്കുവാണ്. റവന്യൂ പുറമ്പോക്ക് എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്കും ഡിജിറ്റൽ സർവേയിൽ റവന്യൂ പുറമ്പോക്ക് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയേക്കുവാണ്. ആയത് 2023 കാലഘട്ടങ്ങളിലാണ് ഇത് ഡിജിറ്റൽ സർവേ നടന്നത്. ആ ഡിജിറ്റൽ സർവേയിൽ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പരിശോധിച്ചപ്പോഴത്തേക്കും എൻ്റെ ഭൂമി പോലുള്ള പോർട്ടലുകളിൽ നമ്മൾ നോക്കുമ്പോഴും നേരിട്ട് ചെന്ന് ചോദിക്കുമ്പോഴും പറയുന്നത് റവന്യൂ പുറമ്പോക്ക് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ദേവസ്വം ഭൂമിയായിരുന്ന ഈ സ്ഥലങ്ങൾ റവന്യൂ പുറമ്പോക്കാക്കുന്നത് സ്വകാര്യ വ്യക്തികൾക്ക് അനുകൂലമായിട്ട് അവരുടെ അതായത് ദേവസ്വം ഭൂമി കൈകാലാക്കി വെച്ചേക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒത്താശ ചെയ്തു കൊടുക്കലാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റും ദേവസ്വം ബോർഡും തമ്മിൽ ചെയ്യുന്നത്. സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും ഏക്കർ കണക്കിന് ക്ഷേത്രഭൂമികളാണ് റവന്യൂ പുറമ്പോക്കുകളാക്കി അന്യാധീനപ്പെടുത്തുന്നത്. സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡുകളുടെയും അലംഭാവത്തിൽ ഏക്കർ കണക്കിന് ക്ഷേത്രഭൂമികൾ നഷ്ടപ്പെടുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഭൂമി റവന്യൂ പുറമ്പോക്കായി മാറിയിരിക്കുന്നത്. ഇത് തിരിച്ചു പിടിക്കാനുള്ള യാതൊരു ശ്രമവും സർക്കാർ ദേവസ്വം ബോർഡുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുമില്ല. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.